ശോ, ആരാ? ഹലോ, ഇല്ല, ഞാൻ എത്തുന്നേ ഉള്ളൂ. 10 മണി കഴിഞ്ഞ് ബാങ്കിലേക്ക് പോന്നോളൂ. ഓക്കെ. പെണ്ണെ, എന്നെ അങ്ങോട്ട് വരിക്കരുത് കേട്ടോ. മര്യാദക്ക് ഓഫ് ചെയ്യാനാ പറഞ്ഞത്. ആ ശബ്ദം ഒന്ന് കുറച്ചുകൂടെ. ടിവിയുടേതോ അതോ അമ്മയുടേതോ? രണ്ടിന്റെയും. ഞാൻ ഒച്ചയെടുക്കുന്നതാ പ്രശ്നം. അടുത്ത ആഴ്ച ഇവക്ക് എക്സാം അല്ലേ? ഒരു അക്ഷരം ഇവള് വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പുസ്തകം മറിച്ച് നോക്കുന്നുണ്ടോ? ഇങ്ങനെയും ഉത്തരവാദിത്വമില്ലാത്ത പിള്ളേരുണ്ടോ? ഇത് നിങ്ങളുടെ ടീച്ചർമാരുടെ സ്ഥിരം ഡയലോഗല്ലേ? ഓ, ഇരുന്ന് പഠിക്കും മോളെ. ഓ, ഇത്തിരിയോടെ കൊഞ്ചിച്ച് പറ. ഒന്നേ ഉള്ളെങ്കിലും ഒലയ്ക്ക് കടിക്കണമെന്നാ. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും ആവാം. അതെങ്ങനെയാണ് ഇവിടെ ഫിക്സ് ആവുന്നേ? ഇവിടെ പോലൊക്കെയില്ലല്ലോ, കുഴപ്പമില്ല. ചിരിച്ചോ ചിരിച്ചോ, റിസൾട്ട് വരുമ്പോഴും ഈ ചിരി കാണണം. നല്ല സ്കോർ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ? കിട്ടിയാൽ തന്നെ എന്തോരം പണം കൊടുക്കണം. അമ്മ പേടിക്കണ്ട, നമുക്ക് എത്ര വേണോ ലോൺ കിട്ടും. എന്റെ അച്ഛനെ ബാങ്ക് മാനേജറാ, ബാങ്ക് മാനേജർ. അച്ഛൻ ബാങ്ക് മാനേജർ ആയതുകൊണ്ട് ലോണൊന്നും കിട്ടില്ല മോളെ. എഡ്യൂക്കേഷൻ ലോൺ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാ. നല്ല മാർക്കില്ലാതെ ഒരു കളിയും നടക്കില്ല. ഒന്ന് പോ അച്ഛാ, ബാങ്ക് മാനേജറെ മോക്ക് കിട്ടാത്ത ലോണോ? അതെനിക്കൊന്ന് കാണണമല്ലോ. അത് ബാങ്കിന് തന്നെ നാണക്കേടാ. നിന്നോടൊന്നും വായിട്ടളച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് പോകണ്ടേ? ഇപ്പോഴേ മോളുടെ ലോൺ ശരിയാക്കി വെച്ചോ. ആ പോ, പിള്ളേരെ പോയി വെറുപ്പിക്ക്. ഇത് പഠിക്കടി. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. വന്നോ? മോൾക്ക് എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. ഒരു ഡ്രിപ്പൊക്കെ ഇട്ടപ്പോൾ ഓക്കെ ആയി. ഇത് സ്ഥിരം ഉള്ളതാ. പരീക്ഷയായാൽ പിന്നെ പെണ്ണിനൊരു വെപ്രാളവാ. ഉറങ്ങത്തുമില്ല, നേരാവണ്ണം ഒന്നും കഴിക്കത്തുമില്ല. സാറിൻ്റെ മോക്ക് അടുത്ത ആഴ്ചയല്ലേ എൻട്രൻസ്? പഠിത്തമായിരിക്കും അല്ലേ? പഠിത്തം. അവളുടെ അച്ഛൻ ബാങ്ക് മാനേജറാണെന്നും പറഞ്ഞ് ലോൺ കിട്ടുമെന്നും പറഞ്ഞിരിക്കുക. അതേത് സ്കീം? പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ആകെ ഒന്നല്ലേ ഉള്ളൂ. വല്ല മോർട്ട്ഗേജ് ലോണും നോക്കേണ്ടി വരും. ശരി സാർ, എന്നാൽ ഞാനങ്ങോട്ട്. ഓക്കെ. ഇതിപ്പോൾ വീട് പണി തുടങ്ങിയും പോയി, അളിയന് തിരിച്ചു കയറി പോവുകയും വേണം. ആകെ ടെൻഷനായി. അതാ ഞാൻ കയ്യോടെ സാറിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഇതുവരെ ഇവിടെ അക്കൗണ്ട് ഇല്ലാത്തതൊരു ഇഷ്യൂ അല്ല. സർ, ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഇവരൊന്ന് പൊക്കോട്ടെ. ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് ഉള്ള ബാങ്കിൽ എല്ലാ മാസവും പൈസ അയക്കുന്നുണ്ടല്ലോ. നമുക്ക് ശരിയാക്കാം. സാറ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ശരി സാറേ, ഞാൻ ഇന്ന് തന്നെ വൈഫിനെ കൊണ്ടുവന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ അളിയ, എല്ലാം ശരിയാവുമെന്ന്. ആ, വരൂ, ഇരിക്കൂ. എന്താ പറയൂ. എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയാ.
കൊള്ളാം, മിടുക്കി. നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്? ഈ കോഴ്സ് മോശമാണെന്നല്ല, നല്ല മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കൂടി ഗ്ലാമറുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. ആ, പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അല്ലേ? ഓ, ഇത് തന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തില്ല. എന്തായാലും മോളൊരു കാര്യം ചെയ്യൂ, അക്ഷയയിൽ പോയിട്ട് പോർട്ടലിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യൂ. എന്നിട്ട് ലോണിലിരിക്കുന്ന ആ ഓഫീസറെ ഒന്ന് കാണൂ. ഞാൻ ആ സാറിനെ കണ്ടായിരുന്നു. പക്ഷേ ഹലോ, ഒരു അഞ്ജലി KS എഡ്യൂക്കേഷൻ ലോൺ അവിടെ വന്നിരുന്നോ? ഞാൻ അങ്ങോട്ട് വരാം. ആ, മോള് ടെൻഷൻ ആവണ്ട, നമുക്ക് ശരിയാക്കാം. ഇതാ സർ. ശിവകുമാറിൻ്റെ സിബിൽ റിപ്പോർട്ട് ഒരിത്തിരി പ്രശ്നമുണ്ടല്ലോ. 2 NPA അക്കൗണ്ട്, കഴിഞ്ഞ വർഷം ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ്. ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു സാറേ, അതങ്ങ് പൊട്ടി. പിന്നെ ലോണ് വെക്കട വെക്കല്ലയോ, പഠിത്തം കഴിയുമ്പം അവളങ്ങ് അടച്ചോളും. അല്ല, കുട്ടി മാത്രമല്ല, രക്ഷകർത്താവും വിദ്യാഭ്യാസ വായ്പയിൽ കക്ഷിയാവേണ്ടി വരും. ഞാൻ അടച്ചോളാം സാർ, എങ്ങനെയെങ്കിലും. പ്ലീസ് സാർ. ഞാൻ വിളിക്കാം. സാർ ഉം? പ്ലീസ്. ഞാൻ അറിയിക്കാം മോളെ. നല്ല മാർക്കുണ്ടോ ആ കുട്ടിക്ക്? സാറേ, സാർ എന്തിനാ ചുമ്മാ ടെൻഷൻ ആവുന്നത്? അയാളുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്ന് പോലും ലോൺ കൊടുത്തില്ല. ചുമ്മാ കയറി ഏക്കല്ലേ, പണിയാവേ. കഴിഞ്ഞ മാസം കിട്ടിയ മെമ്മോയുടെ കേട് പോലും മാറി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാതെടൂ, നമുക്കിതൊരു ജോലി മാത്രമല്ലല്ലോ, ഒരു സർവീസും കൂടിയല്ലേ. പേരൻസിൻ്റെ സിവിൽ ഇഷ്യൂ പറഞ്ഞ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ നിരസിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളുടെ ബ്രാഞ്ചിൽ ആവശ്യത്തിനുള്ള NPA ഇല്ലെന്ന് തോന്നുന്നു. സാർ പ്ലീസ്. അങ്ങേര് നമുക്ക് പണി വാങ്ങിച്ചു തരുന്ന ലക്ഷണമാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ജനകീയന്മാരുടെ പണിയെടുക്കുന്ന കാര്യമേ വലിയ പാടാ. കേട്ട് കാണോ? കേട്ടെങ്കിൽ തന്നെ എന്തോ ഉള്ളതല്ലേ. ഒന്നും മിണ്ടാതിരിക്കേ. ഞാനൂണ് കഴിഞ്ഞ് കോടതിയിലേക്ക് പോകും. മറ്റേ കേസിൻ്റെ ഹിയറിംഗ് ഉണ്ട്. രാവിലത്തെ പോലെ പുതിയൊന്നും പിടിക്കാൻ നിൽക്കല്ലേ സാറേ, ആവശ്യത്തിന് വള്ളികളുണ്ട് ഇവിടെ.
വെളിയിലോട്ടുള്ള കിടപ്പല്ലേടി നീ? ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇങ്ങനെ പഠിച്ചാ നീ അടുക്കള പോയി കിടക്കേയുള്ളൂ. കുളിച്ച തുണിയെങ്കിലും നിനക്കൊന്ന് മാറിക്കൂടെ? ഓ കണ്ടോ അച്ഛ, ഈ അമ്മയ്ക്ക് വല്ലാത്ത സൂക്കേടാ. ഏത് നേരം അഡ്മിഷൻ ഫീസ്, ഹോ അതൊക്കെ എന്റെ അച്ഛൻ നോക്കിക്കോളൂ. എന്റെ അച്ഛനെ ബാങ്ക് മാനേജറാ, ബാങ്ക് മാനേജർ. എന്റെ അച്ഛനെ ബാങ്ക് മാനേജറാ, ബാങ്ക് മാനേജർ.